നൂറാം വിക്ഷേപണത്തിന്റെ അഭിമാന ചിറകിലേറി ISRO. നാവിഗേഷൻ ഉപഗ്രഹമായ NVS-02 കൃത്യതയോടെ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിച്ചു. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ന് രാവിലെ 6:23 GSLV F-15 റോക്കറ്റിൽ NVS-02 വിക്ഷേപിച്ചത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ അഭിമാനത്തിന്റെ പൊൻതൂവൽ. ഓരോ ഭാരതീയന്റെയും ഉള്ളു നിറഞ്ഞ ആത്മാഭിമാനവുമായി ISROയുടെ 100ാം വിക്ഷേപണം വിജയകരമായി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണത്തറയിൽ നിന്ന് NVS-02 ഉപഗ്രഹവും വഹിച്ചുകൊണ്ട് 100ാം വിക്ഷേപണ വാഹനം GSLV F-15 ബഹിരാകാശത്തേക്ക് കുതിച്ചു. ഇന്ന് രാവിലെ 6:23 വിക്ഷേപണം. 5, 4, 3, 2, 1. L40 stages are ignited. +5 seconds. 100ാം വിക്ഷേപണം വൻ വിജയമായതായി ISRO ചെയർമാൻ V. നാരായണൻ അറിയിച്ചു. I am extremely happy to announce from the spaceport of ISRO that the first launch of this year 2025 has been successfully accomplished, with GSLV F-15 launch vehicle precisely injecting the navigation satellite NVS-02 in the required intended orbit. ഭാരതത്തിന്റെ ഗതിനിർണയ ഉപഗ്രഹങ്ങളിൽ രണ്ടാമത്തേതാണ് NVS-02. സൈനികവും സൈനികേതരവുമായ ആവശ്യങ്ങൾക്ക് GPS-ന് സമാനമായ സംവിധാനം പുതിയ സാറ്റലൈറ്റ് പ്രവർത്തനക്ഷമമാകുന്നതോടെ യാഥാർത്ഥ്യമാകും. ഭാരതത്തിന്റെ 1500 കിലോമീറ്റർ ചുറ്റളവിൽ കൃത്യതയാർന്ന പൊസിഷൻ ഉറപ്പാക്കുന്ന ആധുനിക സംവിധാനമാണ് NVS-02 ഉപഗ്രഹം. അത്യാധുനിക റുബീഡിയം ആറ്റമിക് ക്ലോക്ക് നൽകുന്ന സമയകൃത്യത ഉപഗ്രഹത്തിന്റെ പ്രവർത്തനത്തെ കാര്യക്ഷമമാക്കും. IRNSS ഉപഗ്രഹങ്ങളെ അപേക്ഷിച്ച് പ്രവർത്തന കാലാവധി കൂടുതലാണ് NVS ഉപഗ്രഹ ശ്രേണിക്ക്. സയൻസ് ഡെസ്ക്, ജനം.